Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാവരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. 4ാം ചരമവാർഷിക ദിനത്തിൽ അങ്കമാലി നഗരസഭ മുൻ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ലിസി ബേബി ടീച്ചർക്ക് സ്മരണാഞ്ജലി. മഹിളാ കോൺഗ്രസ് അങ്കമാലി കാലടി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അധ്യാപികയായും പൊതുരംഗത്തെ സജീവ സാന്നിധ്യമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിയുറച്ച പ്രവർത്തകയായും തിളങ്ങി നിന്ന വ്യക്തിത്വമായിരുന്നു ലിസി ബേബി ടീച്ചറുടേത്. 6 മാസക്കാലം അങ്കമാലി നഗരസഭ വൈസ് ചെയർപേഴ്സണായും പ്രവർത്തിച്ചു. 4ാം ചരമവാർഷിക ദിനത്തിൽ മഹിളാ കോൺഗ്രസ് അങ്കമാലി കാലടി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം ചേർന്നു. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വളരെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളായിരുന്നു ലിസി ടീച്ചർ. ലിസി ടീച്ചറുടെ മകനാണ് നൈറ്റോ എന്ന ബഹുമാന്യനായ MP-യോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം ഞാൻ സത്യത്തിൽ ടീച്ചറുടെ മുഖം തന്നെ ഞാൻ ഓർക്കാറുണ്ട്. വളരെ വ്യക്തിപരമായ സൗഹാർദ്ദം ആ കാലഘട്ടങ്ങളിൽ മഹിളാ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഒന്നാമത് ബ്ലോക്ക് കമ്മിറ്റി അല്ല, അതിനപ്പുറം നിയോജക മണ്ഡലം തലത്തിലുള്ള കമ്മിറ്റികളായിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ മഹിളാ കോൺഗ്രസ്സിലുണ്ടായിരുന്നത്. 140 നിയോജക മണ്ഡലം കമ്മിറ്റികൾ. മഹിളാ കോൺഗ്രസ് സത്യത്തിൽ അന്ന് മഹിളാ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റായിട്ട് ലിസി ടീച്ചറെ പോലെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ആ പേര് അന്ന് ചൂണ്ടിക്കാട്ടിയത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുക. മഹിളാ കോൺഗ്രസ് അങ്കമാലി ബ്ലോക്ക് പ്രസിഡന്റ് മീര അവറാച്ചൻ അധ്യക്ഷയായിരുന്നു. മുൻ MLA PJ ജോയി, നഗരസഭാ ചെയർപേഴ്സൺ റീത്ത പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ തങ്കച്ചൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി, കാലടി ബ്ലോക്ക് പ്രസിഡന്റ് ബിജി സാജു, മേരി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് പ്രതിഭാ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയും സ്ത്രീ ശാക്തീകരണവും എന്ന വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മിവ ജോളി പ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് KS ഷാജി, സാംസൺ ചാക്കോ, PV സജീവൻ, മാത്യു തോമസ്, അൽഫോൺസ ഡേവിസ് തുടങ്ങിയവർ പങ്കെടുത്തു. കാണുകയാണ് 1000ാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. ശരിയാണ്, സംസ്ഥാനത്തിന് ഉത്തരവാദിത്തമുണ്ട്, ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് ആ കുഞ്ഞിനെ വളർത്താൻ. അനാഥയായിട്ട് ഒരു കുഞ്ഞ് വളർന്നു വരാൻ പാടില്ല, അല്ലെങ്കിൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ആ കുഞ്ഞ് പോകാൻ പാടില്ല. ആ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ലാളിച്ച് വളർത്തി വലുതാക്കുവാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. പക്ഷേ എവിടെയാണ് നമുക്ക് പിഴവ് വന്നുകൊണ്ടിരിക്കുന്നത്? 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ അതിനെ കൊണ്ടുപോയി അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? സാമൂഹികമായിട്ടുള്ള ഒരുപാട് വിലക്കുകൾ അതിനൊരു പക്ഷേ കാരണമാകാം. എന്ത് വിലക്കിൻ്റെ പേരിലായാലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നിലപാട് ശരിയാണോ? പ്രസവിച്ച അമ്മ കുഞ്ഞിനെ വളർത്തണ്ടേ? ഇല്ലേ? ആ കുഞ്ഞിനെ സൃഷ്ടിച്ചിട്ടുള്ള അച്ഛൻ ആ കുഞ്ഞിനെ വളർത്തണ്ടേ? അപ്പം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ 2 പേർക്കും വേണ്ടാത്ത ഒരു കുഞ്ഞായിട്ട് എന്തിനാണ് ആ കുഞ്ഞിനെ ജനിപ്പിച്ചത് എന്നുള്ള ചോദ്യം പോലും നമ്മുടെ മുന്നിലേക്ക് പലപ്പോഴും ഉയർന്നു വരികയല്ലേ. അപ്പോൾ ആ കുഞ്ഞ് വളരുകയാണ്, എവിടെയോ വളരുകയാണ്. ഇവരെ ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം അവർ കഴിഞ്ഞു. എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നി. വലിയ ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ടാവണം. കുഞ്ഞുങ്ങളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അതിനെ വളർത്തുവാനുള്ള തൻ്റെ ഇടവും ആത്മബലവും കൂടി കാണിക്കാൻ അവർ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബ പ്രശ്നങ്ങൾ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ കുഞ്ഞിനെ ഗർഭം ധരിച്ചാൽ അതിനെ പ്രസവിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യേണ്ടത് അതിനെ
അതിന്റെ രക്ഷിതാക്കൾ തന്നെയാണ്. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.